ഗുഡ് മോർണിംഗ്. ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഭവമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് അങ്ങ് സ്കിപ്പ് ചെയ്ത് പോയിക്കോളുക. കാരണം ഇതിലൊരു ഇൻഫർമേഷൻസും ഇല്ല, ജസ്റ്റ് എ പാർട്ട് ഓഫ് മൈ ഡേ, ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. 12:30 1 o'clock ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ട് വിഷ്ണുവിന് കഴിക്കാൻ കൊടുത്ത് വിഷ്ണുവിനെ പറഞ്ഞേക്കേണ്ടതാണ് ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് സമയമില്ലാണ്ട് ഇത്രയും നേരം എടുക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എടുക്കണം. കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു ഒരു വ്ളോഗ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഫോളോ ചെയ്യാറില്ല. ഞാൻ പറയുന്ന വേർഡ്സിന് ഞാൻ വാല്യൂ കൊടുക്കാറില്ല. ഓക്കെ ശരി, ഇപ്പോൾ കൊടുത്തേക്കാം, ഇന്ന് തൊട്ട് എടുത്തേക്കാം. ഇന്ന് തൊട്ടെന്നൊന്നും ഇല്ല കേട്ടോ. ഇന്ന് തൊട്ടെന്ന് പറഞ്ഞാൽ അത് നടക്കത്തേ ഇല്ല, നാളെ തൊട്ട്. അതുകൊണ്ട് ഇന്നൊരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയൊരു പോർഷൻ, ഒരു 2-3 hours മാത്രം. അത് കാര്യമായിട്ടൊന്നുമില്ല. അങ്ങനെ പണ്ടൊക്കെ ഉണ്ടല്ലോ, ഒരു കാര്യം പറയാം. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പാഷനേറ്റ്, എനിക്ക് ഈ ഇൻസ്റ്റഗ്രാം, വീഡിയോ എടുക്കുക, യൂട്യൂബ് ഇല്ല എന്നാലും ക്യാമറ ഓൺ ചെയ്യുക, വീഡിയോ എടുക്കുക, ഫോട്ടോഷൂട്ട് ചെയ്യുക എന്നൊക്കെ ഭയങ്കര പാഷനായിട്ടുള്ള ഒരാളാണ്. എനിക്ക് എന്തൊരു വിഷമം വന്നാലും ഇങ്ങനെ ഒരു ക്യാമറ ഓൺ ചെയ്ത് 2 വാക്ക് സംസാരിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്നില്ലാത്തൊരു എനർജി തനിയെ കയറി വരാറുണ്ടായിരുന്നു പണ്ട് തൊട്ട്. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ ഇപ്പം ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. ഇൻസ്റ്റാഗ്രാമൊക്കെ ആണെങ്കിൽ എടുക്കാറ്, ഇട്ടും കണ്ടൻസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുക്കും, അല്ലാണ്ട് യൂസ് ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു പ്രായമായതിൻ്റെ ആണോ അല്ല ഇതാണോ തള്ള വൈബ് എന്നൊന്നും അറിയത്തില്ല. അറിയില്ല. നമ്മളിപ്പോൾ ഒരു ഫിലിമിന് പോവുകയാണെങ്കിൽ നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ ഇവിടെ റൂമിൽ വെച്ചിട്ട് പോകും. അങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പം ചിലപ്പം നമ്മളുടെ പ്രയോറിറ്റീസൊക്കെ മാറുന്നതുകൊണ്ടായിരിക്കും, അറിയില്ല. ഓക്കെ, എന്നാലും നമുക്ക് ഇന്നൊരു വീഡിയോ എടുക്കാം. എന്തായാലും വെറുതെ പറഞ്ഞ് വലിച്ച് നീട്ടി വെറുപ്പിക്കുന്നില്ല ആരെയും. ഇതാരും കാണണം ഞാൻ നിർബന്ധമൊന്നും പറയില്ല കേട്ടോ. ഇഷ്ടമുള്ളവർ കാണുക, ഇഷ്ടമില്ലാത്തവർ കാണണ്ട. കാരണം കാര്യമായിട്ടൊന്നുമില്ല ഈ വ്ളോഗിൽ. അപ്പം നമ്മളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യല്ല, ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഡേ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു, രാവിലെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ചെറിയൊരു ലഞ്ച് പ്രിപ്പറേഷനും ഇതൊക്കെ കാണിച്ചു തരാം. ആദ്യം നമുക്കപ്പോൾ ഇപ്പോൾ ചോറുണ്ടാക്കണം, കറി ഉണ്ടാക്കണം, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം, വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടാക്കണം. എന്താ നിങ്ങളതിന് പറയുക? നമ്മൾക്ക് അതിനെ വറവ് എന്ന് പറയുക. വിഷ്ണുവിൻ്റെ വീട്ടിലാണെങ്കിൽ അതിന് പറയണത് എന്താ, ഉപ്പേരിയല്ല, മെഴുക്ക് പുരട്ടിയാണെന്ന് തോന്നുന്നു. ഈ ഉപ്പേരി, മെഴുക്ക് പുരട്ടി, വറവ്, ഇങ്ങനെ പല 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 പേരുണ്ടല്ലോ അതിന്. അപ്പം ആ സാധനം ഉണ്ടാക്കണം. ഇതൊക്കെ ഒരു 1 hour സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിറകിൽ കാണുന്ന ആ അലങ്കോലം എന്ന് പറയുന്ന സംഭവം ഞാൻ രാവിലെ ഒരു പുട്ടുണ്ടാക്കിയതിൻ്റെ സംഭവമാണ് കേട്ടോ. ഒരു പുട്ടുണ്ടാക്കി, എന്താ അറിയത്തില്ല, പുട്ട് കറക്റ്റായിട്ട് ആദ്യത്തെ ട്രിപ്പിൽ വരാറില്ല, 2ാമത്തെ ട്രിപ്പിൽ മാത്രമേ വരാറുള്ളൂ. അപ്പോൾ അടുക്കള മൊത്തം അലമ്പായിട്ട് മാറും ആ സമയം കൊണ്ട്. ശരി, നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പം ചോറിനുള്ള അരി ഇട്ടിട്ടുണ്ട്. ഇനി കറിക്കുള്ള പരിപാടികൾ നോക്കണം. ഞാൻ ചിരിക്കണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറിയൊരു വിയേർഡ് ഫീൽ, ഓക്വേർഡ്നെസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ ചോറും കറിയും ഇത്ര വലിയ ആഗോള വിഷയമാണോ? നമ്മൾ ഒരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ആപ്റ്റബിളായിട്ടുള്ള, എല്ലാവരും ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്നാലും എനിക്കത് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു കാര്യമല്ലേ ഇത് അറിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് എന്ത് കിട്ടാനാണ്. സ്റ്റിൽ ഓക്കെ, നമുക്കിത് ചെയ്യണം, എനിക്ക് വീഡിയോ എടുക്കണം, എനിക്ക് വ്ളോഗിങ് ചെയ്യണം. പക്ഷെ ആദ്യമായിട്ട് വ്ളോഗിങ് ചെയ്യുകയാണെന്നുള്ളൊരു ഫീലേ എനിക്കില്ല കേട്ടോ. എന്താ എനിക്കറിയില്ല, ഭയങ്കര കംഫർട്ടബിളായിട്ടാണ് വീഡിയോ എടുത്തിട്ട് പോകുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. എഡിറ്റിങ്ങാണ് എനിക്ക് ഏറ്റവും മടി പിടിച്ചിട്ടുള്ളൊരു സംഭവം. അതുകൊണ്ട് സിമ്പിളായിരിക്കും കാര്യങ്ങൾ. ജസ്റ്റ് സംസാരിക്കുക, അപ്ലോഡ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, കറിയുടെ പരിപാടി നോക്കാം. നെക്സ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. ഇതിങ്ങനെ എടുത്തെടുത്ത് കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മടിയാ, ഭയങ്കര മടി. ഈ സംഭവം എടുത്ത് വേറെ മാറ്റി ഫിക്സ് ചെയ്യണം, അത് കഴിഞ്ഞ് ആദ്യം മാറ്റി ഫിക്സ് ചെയ്യണം, ആംഗിൾ മാറ്റാൻ ഭയങ്കര മടിയാണ്. സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വിഷ്ണുവിനെ വിളിച്ചിട്ട് സംസാരിക്കാം. ഇനിയിപ്പോൾ ഉപ്പേരി ഉണ്ടാക്കണമെന്നാണ് കേട്ടോ ഞാൻ ആലോചിക്കണേ.
നമ്മുടെ ഈ കണ്ണൂർക്കാരുണ്ടല്ലോ, കണ്ണൂർ കാസർഗോഡൊക്കെ, നമുക്കെന്ത് നമ്മൾ ഓണത്തിന് വരെ നോൺ വെജ് കഴിക്കുന്ന ടീംസാണ്. പക്ഷേ ബീയിങ് എ ഡോക്ടർ ഞാൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, വെജിറ്റബിൾ ഫുഡ് അവോയ്ഡ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു ശീലങ്ങളാണത്. അങ്ങനെ കണ്ണൂരിൽ നമ്മൾ കൂടുതലും നോൺ വെജാണ് കഴിക്കുന്നത്. വെജിറ്റബിൾ കഴിക്കാൻ പാടില്ല എന്നല്ല കേട്ടോ, ഞാൻ ആരും ഇൻഫ്ലുവൻസ് ചെയ്തെന്നൊന്നും പറഞ്ഞ് എൻ്റെ മിക്കിട്ട് വരാൻ വരരുത്. എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. വിഷ്ണുവിനെ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ അവരോട്? പറയും, എന്നെ കുറിച്ചിട്ട് പറ. എന്നെ കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു നിന്റെ കല്യാണം കഴിഞ്ഞ ശേഷമുള്ള മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു അവരോട്. അവിടെ നോക്കി പറ. അവിടെ 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 മാറ്റങ്ങൾ പറഞ്ഞാൽ ഇവിടെ പറ. ഇതുപോലെ അങ്ങനെ ഫുഡ് നല്ല നല്ല ഫുഡ് കിട്ടാൻ തുടങ്ങി. പിന്നെ ഞാൻ തിരക്കായിട്ട് ഞാൻ പെട്ടെന്ന് എണീറ്റിട്ട് ഓടിപ്പോയി പാഞ്ഞിട്ട് കഴിക്കാൻ പറ്റാണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ വന്നിട്ട് പഴയത് ഇപ്പൊ അതിട്ട് തന്നെ ഇട്ടിട്ട് അങ്ങനെ പോവും. എന്തൊരു അഭിമാനം നോക്കി ഇട്ട് തന്നെ ഇട്ടിട്ട് എല്ലാവർക്കും ബാച്ചിലർക്ക് അങ്ങനെയാണ് ഉണ്ടാവൂല്ലേ. കല്യാണം കഴിഞ്ഞപ്പോ അവരൊക്കെ ഇങ്ങനെ ആവുന്നുണ്ടാവൂല്ലേ. പിന്നെ എനിക്ക് കല്യാണത്തിന് ശേഷം വന്ന മാറ്റം എന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടി കാമായിട്ട് മാറി. നിന്റെ ഒരു കാംനെസ് എനിക്കിങ്ങനെ പകർന്നു കിട്ടിയ പോലെ ഭയങ്കര ഒരു കാമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ തീരെ ഭയങ്കര കാമെന്നല്ല, മാറ്റം ഉണ്ടല്ലോ, ഭയങ്കര ചേഞ്ച് ഇല്ലേ സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക്. ഇനി ഒരുപാട് മാറും. അതുപോലെ കുറച്ചും കൂടി ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പ്രായമായതുകൊണ്ടാണോ എന്നാണ്. പക്വത ആണോ ഇത്? പക്വതയാണോ ഇത്? അപ്പം എനിക്ക് പക്വത വന്നു. അപ്പം പക്വതയായി എന്നാണ് അർത്ഥം. കുറച്ചും കൂടി കാമായിട്ടാണ് പെരുമാറുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നതിന് മുന്നേ ഞാൻ ഒരു വട്ടം കൂടി ആലോചിക്കും. നിന്നോടല്ല, ബാക്കിയുള്ളവരോട്. നിന്നോട് സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരു വട്ടം കൂടി 2 വട്ടം ആലോചിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ വിഷ്ണു തിരക്കിട്ട് കഴിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അവന് സമയമായതുകൊണ്ടാണ്. 5 മിനിറ്റിൽ വണ്ടി വരും, അതിന് മുന്നേ കഴിച്ചിട്ട് പോകണ്ടോ. ആൾക്കാർ വിചാരിക്കും ഞാൻ നിന്നെ വന്ന് ശല്യം ചെയ്യുന്നു. അവനാണെങ്കിൽ അടിപൊളി കഴിക്കല് നിർത്തണില്ല. ഞാനാണെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത്, അവനൊരു സൗകര്യം കൊടുക്കണില്ല. അപ്പൊ എന്നെ സംസാരിച്ചിട്ട് മര്യാദ കഴിക്കാൻ പോലും സമ്മതിക്കണില്ല. അതിന് ഇതാരും കാണാനൊന്നും പോണില്ല. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. യൂട്യൂബിലെ വീഡിയോസ് ഒന്നും ആരും കാണില്ല എന്നുള്ള, അത് ആദ്യത്തെ വീഡിയോ ആണ് ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഉള്ള അല്ലേ. ഈ വീഡിയോ ആരും കാണില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇൻസ്റ്റഗ്രാമിലാവുമ്പോൾ നമുക്ക് അത്യാവശ്യം നെഗറ്റീവ് കമൻസ് ഒക്കെ വരാറുണ്ട് അല്ലേ വിഷ്ണു? അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമല്ല നെഗറ്റീവ്സ് ഇൻസ്റ്റഗ്രാം. ആൾക്കാർക്ക് നെഗറ്റീവ് വേറെ പണി വേണ്ടേ? പക്ഷെ എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഭയങ്കര അതിങ്ങനെ ചിന്തിക്കും. അതുകൊണ്ടാണോ എന്നറിയില്ല എനിക്ക് ഇൻസ്റ്റഗ്രാമിനോടൊക്കെ ഒരു അകൽച്ച. അതുകൊണ്ടാണോ അല്ല എന്താ അറിയത്തില്ല. എല്ലാവർക്കും ഒരു തോട്ടുണ്ടല്ലോ, അതായത് ആസ് പെർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് എല്ലാവർക്കും എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. അല്ല, നമ്മളങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു അല്ല നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു സാധനം ഇടും. അല്ല, ആ സ്വാതന്ത്ര്യം യൂസ് ചെയ്തിട്ടാണ് ആൾക്കാർ കമന്റ് ഇടുന്നേ. അല്ല, നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു സംഭവം ഇടുമ്പോൾ ആൾക്കാർക്ക് അതിൽ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. നമുക്ക് അത്രയും കേൾക്കാൻ വയ്യെങ്കിൽ നമ്മൾ ഇടാൻ പാടില്ല. പക്ഷെ എന്നെപ്പോലുള്ള ലോല ഹൃദയർ ഇത് കേട്ടിട്ട് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും. നിന്നെപ്പോലുള്ള കാമായിട്ടുള്ള ആൾക്കാർ ഇത് കേട്ട് പോട്ടപ്പുല്ലെന്ന് പറഞ്ഞിട്ടിരിക്കും. ശ്രദ്ധിക്കില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിക്കും.
അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. വിഷ്ണു പെട്ടെന്ന് വണ്ടി വന്നുകൊണ്ട് അവനിപ്പം ഓടിപ്പോയി. പിന്നെ എനിക്ക് ഫുഡ് കഴിക്കണം, ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. ശരി, ബൈ.